ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നേന്ത്രപ്പഴം വാങ്ങിയിട്ട് 2 ദിവസമെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ തോലങ്ങ് കെട്ടുപോകുമല്ലോ, കറുത്ത നിറായി പോവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിന് എന്തിനാ പറ്റുക, ചാടിക്കളയാന്നല്ലാണ്ട് മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നമുക്കങ്ങ് ഒഴിവായിക്കളയാന്ന് വിചാരിക്കും. എനിക്കും പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ പഴം വാങ്ങിയിട്ട് കറുത്ത കളറായിപ്പോയാൽ ഒരിക്കലും ചാടാൻ നിൽക്കേണ്ട. കാരണം ഇങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടാക്കേണ്ട പല വിഭവങ്ങളുണ്ട്. അതിലൊന്നാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, ഞാൻ 2 പഴം കണ്ടിട്ട് ഇതെന്താക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നത് എനിക്ക്. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് പഴം വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാനും അങ്ങനെ നമ്മളെ വീട്ടിലുള്ള എന്നും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല ഉരുക്കിയ വെല്ലം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എത്ര പഴം ഉണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള വെല്ലം എടുത്താൽ മതി. പക്ഷേ എങ്കിൽ ഞാൻ വെല്ലം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഇത്ര മധുരം ഇഷ്ടമല്ല. മധുരം കൂടുതൽ മാണ്ടോലിക്ക് ഇത്ര എടുക്കാം. എന്നിട്ട് ആ തിളച്ച വെല്ലത്തിലേക്ക് ഈ കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഴം നന്നായിട്ട് അതിൽ നിന്ന് വെന്ത് വന്നാൽ നമുക്ക് അതിലേക്ക് ഏലക്കായ് പൊടിയിടുക, ജീരകത്തിൻ്റെ പൊടിയിടുക, തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നല്ലോണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ പയറല്ല, ഒരു പരിപ്പുണ്ട്, നമ്മളെ മിക്സറിൻ്റെ അകത്തെല്ലാം ഇടുന്ന പരിപ്പ്, അതും നല്ലോണം വേവിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഞാനതിൽ കുറച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഏലക്കായ് പൊടി അതും ഇട്ട് കൊടുക്കുക. ഇത് ഈ വെല്ലത്തിൻ്റെ അകത്തുനിന്ന് നല്ലോണം തിളച്ച് വന്നാൽ ഞാൻ ഇട്ട് കൊടുത്ത കടലപ്പരിപ്പല്ല, ഈ പരിപ്പിന് എന്താ പറയുക എനിക്കറിയില്ല. ഞാൻ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് സമയം അത് വേവിച്ചിട്ടെടുക്കുക. ഒരു ആവി കാറ്റിയിട്ട് ഒരു 5-10 മിനിറ്റ്, 10 വേണ്ട, ഒരു 5 മിനിറ്റ് അങ്ങനെ അതിലൊന്നും, കാരണം വെല്ലം നല്ലോണം ആയതാണല്ലോ. എന്നിട്ട് പിന്നെ നമ്മളെ പശു നെയ്യോ അല്ലെങ്കിൽ മറ്റേ നെയ്യിലോ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നല്ലോണം വറവഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എളുപ്പത്തിലുണ്ടാക്കുവാനും പറ്റും. ഈ സംഭവങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ ഉള്ളതുമാണല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ കൂടെ പറയാം, എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.